എജുവേഴ്സിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കോളജിയിലെ വിവിധ തരം പഠന തന്ത്രങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 6 തരം പഠന തന്ത്രങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് സംവാദാത്മക പഠനതന്ത്രം, 2 ഗവേഷണാത്മക പഠനതന്ത്രം, 3 നിർമ്മാണാത്മക പഠനതന്ത്രം, 4 സർഗാത്മക പഠനതന്ത്രം, 5 വ്യക്തിഗത പഠനം, 6 സംഘ പഠനതന്ത്രങ്ങൾ. ഇനി ഇവ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ടുള്ള സംവാദാത്മക പഠനതന്ത്രം. പ്രൈമറി ക്ലാസ്സുകളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന പഠനതന്ത്രമാണ് സംവാദാത്മക പഠനതന്ത്രം. ഈ ഒരു പഠനതന്ത്രത്തിൽ പെട്ടതാണ് ചർച്ച. ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്ന പ്രക്രിയയാണ് ചർച്ച. ചർച്ച 2 തരമുണ്ട്. ഒന്ന് ഔപചാരിക ചർച്ച, 2 അനൗപചാരിക ചർച്ച. ക്ലാസ് മുറികളിൽ സാധാരണ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളാണ് അനൗപചാരിക ചർച്ചകൾ. സംവാദം, പാനൽ ചർച്ചകൾ, സെമിനാർ, സിമ്പോസിയം എന്നിവ ഔപചാരിക ചർച്ചയുടെ രൂപങ്ങളുമാണ്. സംവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ യുക്തിസഹമായി അവതരിപ്പിക്കുന്ന ചർച്ചാരൂപമാണ് സംവാദം. ഇനി കുട്ടികളെ പ്രചോദിപ്പിക്കാനും ശേഷി വികസനത്തിന് സഹായിക്കുന്നതിനൊക്കെ ഈ ഒരു സംവാദം എന്ന ആശയവിനിമയ രീതി വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ കുട്ടികളിൽ വിമർശന ചിന്ത വളർത്തുന്നതിനും ഇത് സഹായിക്കും. ഔപചാരിക ചർച്ചാ രൂപത്തിൽ മറ്റൊരു രൂപമാണ് സെമിനാർ. ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിനും സഹായിക്കുന്ന ഒരു നൂതന പഠനതന്ത്രമാണ് സെമിനാർ. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിലെ ഒന്നോ അതിൽ കൂടുതലോ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ ഇത് പഠിതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു പഠനതന്ത്രമാണ് ഗവേഷണാത്മക പഠനതന്ത്രം. വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന രീതിയാണ് ഗവേഷണാത്മക പഠനതന്ത്രം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ഒരു പഠന രീതിയായിട്ടും പഠന തന്ത്രമായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അധ്യാപിക പഠന ലക്ഷ്യം നിശ്ചയിക്കുകയും പഠിതാവ് പഠന വിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമായി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് രീതി പ്രായോഗിക വാദദർശനത്തിന്റെ ഭാഗമാണ്. ബോധന രംഗത്ത് ആദ്യമായി പ്രൊജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ജോൺ ഡ്യൂയിയാണ്. ഇനി അടുത്ത ഒരു പഠനതന്ത്രമാണ് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ. പഠിതാവിന്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനം. ഉദാഹരണമായിട്ട് മോഡലുകളുടെ നിർമ്മാണം, രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ. ഇതൊക്കെ നിർമ്മാണാത്മക പഠനതന്ത്രത്തിന് ഉദാഹരണമാണ്. നിർമ്മാണാത്മക പഠനതന്ത്രത്തിന്റെ മികവുകൾ എന്തൊക്കെ നോക്കാം. പഠിതാവിന്റെ ഏകാഗ്രതയോടെയുള്ള പ്രവർത്തനം ഉറപ്പാക്കാനാവുന്നു. പഠനത്തിന്റെ ഭാഗമായി മൂർത്തമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ഇതിലൂടെ കുട്ടികൾക്ക് ആത്മവിശ്വാസവും ആനന്ദവും ലഭിക്കുന്നു. നാലാമതായിട്ടുള്ള പഠനതന്ത്രമാണ് സർഗാത്മക പഠനതന്ത്രങ്ങൾ. പഠന പ്രക്രിയയുടെ ഭാഗമായി സർഗാത്മക പ്രവർത്തനങ്ങൾക്കിടം നൽകുന്ന തന്ത്രമാണിത്. ഫോർ എക്സാമ്പിൾ, സർഗാത്മക പഠനതന്ത്രങ്ങളെ പാഠഭാഗങ്ങളിലെ ആശയം നാടകമാക്കി അവതരിപ്പിക്കുക, റോൾ പ്ലേ, പാവനാടകം, സംഗീതാവിഷ്കാരം, ചിത്രവൽക്കരണം, നൃത്താവിഷ്കാരം, ശില്പശാലകൾ എന്നിവയൊക്കെ ഇതിൽ പെടുന്നു. അടുത്തതായിട്ട് വ്യക്തിഗത പഠനം. വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് ഫ്രോബൽ, അതായത് ജർമ്മൻ ബോധന രീതി ശാസ്ത്രജ്ഞനാണ് ഫ്രോബൽ. സ്വയം പഠിച്ചു മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാൻ വ്യക്തിഗത പഠനം സഹായിക്കുന്നു. സ്വയം വായിച്ച് ആശയം ഗ്രഹിക്കൽ, റഫറൻസിങ് വായിച്ച് കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ വ്യക്തിഗത പഠനത്തിലൂടെ സാധിക്കുന്നു. അടുത്തതായിട്ട് സംഘ പഠനതന്ത്രങ്ങൾ. സംഘപഠനങ്ങളിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിപ്രദമായി പ്രശ്നങ്ങൾ പരിഹാരം കാണാനും സഹായിക്കുന്ന പഠനതന്ത്രമാണ്. സംഘപഠനതന്ത്രങ്ങൾ പ്രധാനമായും 3ആയി തരംതിരിക്കാം. 1 സമസംഘ പഠനം, 2 സഹകരണാത്മക പഠനം, 3 സഹവർത്തിത്വ പഠനം. അതിൽ ഒന്നാമതായിട്ടുള്ള സമസംഘ പഠനം, പിയർ ലേണിംഗ്. സമാന താല്പര്യമുള്ള 2 പഠിതാക്കളുടെ
സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്ന പ്രക്രിയയാണിത്. രണ്ടാമതായിട്ട് സഹകരണാത്മക പഠനം. കോപ്പറേറ്റീവ് ലേണിംഗ്. ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പഠന സംവിധാനമാണിത്. സഹകരണാത്മക പഠനത്തിന്റെ മികവുകൾ. പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കുന്നു. സഹകരണാത്മക പഠനത്തിൽ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് സഹവർത്തിത്വ പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്. രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നു. വ്യക്തിഗത പഠനത്തെക്കാൾ സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരം ദീർഘകാലം പഠിതാവിൽ നിലനിൽക്കും. സഹവർത്തിത്വ പഠനത്തിന്റെ മികവുകൾ: ചിന്താശേഷി, ഓർമ്മശക്തി, ആത്മവിശ്വാസം, ഭാഷണശേഷി, സാമൂഹ്യ ഇടപെടൽ ശേഷി, വ്യക്തിയാന്തര ബന്ധം എന്നിവ വികസിക്കുന്നു. വിമർശനാത്മക ചിന്ത ഉദ്ദീപിപ്പിക്കുകയും ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും ആശയ വ്യക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിന് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. ജ്ഞാന നിർമ്മിതിവാദ സമീപനവുമായി യോജിച്ചു പോകുന്നു. പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കാനും വികസിക്കാനും ഉത്തരവാദിത്തമുണ്ടാകുന്നു. സംഘപഠനത്തിനായി പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ട ശേഷികൾ എന്തൊക്കെയാ നോക്കാം. പങ്കുവയ്ക്കാനുള്ള ശേഷി, പങ്കാളിത്ത ശേഷി, ആശയവിനിമയ ശേഷി, ശ്രവണശേഷി. ഇനി നമുക്ക് സഹകരണാത്മക പഠനം, സഹവർത്തിത്വ പഠനം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ നോക്കാം. സഹകരണാത്മക പഠനം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ സഹവർത്തിത്വ പഠനത്തില് ഒരു സംഘം പഠിതാക്കൾ ഒത്തൊരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. ഇനി കുട്ടികളെ ചെറു സംഘങ്ങളാക്കുന്നു സഹകരണാത്മക പഠനത്തില്. നേരെ മറിച്ച് സഹവർത്തിത്വ പഠനത്തില് സങ്കര സംഘം ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. സഹകരണാത്മക പഠനത്തില് പഠനാശയത്തെക്കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഒരുപോലെ ധാരണയുണ്ടാകും. എന്നാൽ സഹവർത്തിത്വ പഠനത്തില് താൻ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് മാത്രം ധാരണയുണ്ടാകും. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവെക്കും. സഹകരണാത്മക പഠനത്തിലെ പഠന ലക്ഷ്യം, ചുമതല ഇവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരം ഒരുക്കുന്നു. എന്നാൽ സഹവർത്തിത്വ പഠനത്തിലെ പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിശ്ചയിക്കും. കൂടാതെ അധ്യാപകൻ ഒരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠനതന്ത്രങ്ങൾ, അതായത് 6 തരം പഠനതന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചത്.